അങ്ങനെ നാളെ മുതൽ ഒരു 9 ദിവസത്തെ പാക്കേജ് ഉണ്ട്. അപ്പോൾ ഞാൻ തലേന്ന് മോ ഷർട്ടൊക്കെ ഒന്ന് തേച്ച് വെക്കുമായിരുന്നു. ഷർട്ടൊക്കെ തേച്ച് വെച്ചു, ബായി എല്ലാം അത് ഒതുക്കി വെച്ചു. അപ്പോൾ ഇത് എനിക്ക് നാളെ ഇട്ടുകൊണ്ട് പോകേണ്ട ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പം സമയം ഉള്ളതുകൊണ്ട് പിള്ളേരുടെ കൂടെ ചീട്ട് കളിക്കാമെന്ന് വെച്ചു. അപ്പം ഞാനും ഒപ്പം ഉണ്ണിയും കൂടെ ചീട്ട് കളിയായിരുന്നു കേട്ടോ. അങ്ങനെ നേരം വെളുത്തു, രാവിലെ റെഡിയായി. നേരെ ഇനിയും കൊച്ചി എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു. വണ്ടിയൊക്കെ പെയിൻറ്റ് ചെയ്തുകൊണ്ട് അധികം ചെള്ളയൊന്നും ഇല്ലായിരുന്നു. അപ്പം തലേന്ന് ഞാൻ വണ്ടിയൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ മഴ പെയ്തായിരുന്നു. അപ്പോൾ പിന്നെ ചെറുതായിട്ട് വണ്ടിയൊക്കെ തുടച്ചു. അപ്പോൾ ഞാൻ RC ബുക്ക് എടുക്കാൻ മറന്നു പോയായിരുന്നു. RC ബുക്കും ഇൻഷുറൻസിൻ്റെ പേപ്പറൊക്കെ വീട്ടിൽ വെച്ചേക്കുമായിരുന്നു. അങ്ങനെ വാച്ചും എടുക്കാൻ മറന്നുപോയി. അപ്പം നേരെ ഇനി കൊച്ചി എയർപോർട്ടിലോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ എരുമേലി എത്താറായി. ഇനിയിപ്പം കുറച്ച് ഒരു 1000 രൂപയ്ക്ക് ഡീസൽ അടിക്കണം. 1000 രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് വേണം എയർപോർട്ടിലേക്ക് പോകാൻ. അങ്ങനെ 1000 രൂപയ്ക്ക് പമ്പിൽ കയറി ഡീസൽ അടിച്ചു. ഇനി നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്ന. വഴിക്ക് നമ്മുടെ അമ്പലമുണ്ട്, എരുമേലി അയ്യപ്പൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പം അവിടെ പൈസയൊക്കെ ഇട്ടു തൊഴുതു. നേരെ ഇനിയും കൊച്ചി എയർപോർട്ടിലേക്കാണ്. അപ്പോൾ 11:25 അവർ ഗസ്റ്റ് ഇറങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പ് അവിടെ ചെല്ലണം. ഞാൻ ഏകദേശം ഒരു 10-10:30 ആകുമ്പോൾ ചെല്ലും. അങ്ങനെ പാലം എടുക്കാറായി. പാലം എത്തി. പാലമാണ് കേട്ടോ. അങ്ങനെ ഞാൻ കാലടി പാലം എത്തി. പെരിയാറാണ് കേട്ടോ. വെള്ളം വളരെ കുറവായിരുന്നു. റോഡിൽ ഭയങ്കര തിരക്ക് കുറവായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എത്തി. ഒരു 10-10:30 ആയപ്പോൾ എത്തി. അങ്ങനെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഗസ്റ്റ് വിളിച്ചു. അങ്ങനെ നേരെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൻ്റെ അകത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവർ ഡൊമസ്റ്റിക്കിലാണ് വരുന്നത്. അവർ ഹരിയാനയിൽ നിന്നാണ് വരുന്നത്. ഡൽഹി ഹരിയാന ബോർഡറിലാണ് അവർ താമസിക്കുന്നത്. അങ്ങനെ ഗസ്റ്റിനെ പിക്ക് ചെയ്ത് നേരെ ക്ലയോവിന് കയറി ഫുഡ് കഴിക്കണമായിരുന്നു. ഞാനൊരു സദ്യ പറഞ്ഞു. അപ്പോൾ അവരെന്താ കഴിച്ചതെന്ന് അറിയില്ല. അവരപ്പുറത്താണ് ഇരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഡ്രൈവേഴ്സിന് ഇവിടെ ഫുഡ് ഉണ്ട്. അങ്ങനെ ഒരു കേസ് വെള്ളം എടുത്തു. അപ്പം നേരത്തെ ഇവിടെ ഭയങ്കര മണ്ണായിരുന്നു കേട്ടോ. മണ്ണായതുകൊണ്ട് ഭയങ്കര അലമ്പായിരുന്നു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം നല്ല ഇൻ്റർലോക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്ലയോന് കേട്ടോ. അപ്പം ഞങ്ങളിനി നേരെ പോകുന്നത് ഗാർഡനിലേക്കാണ്. അപ്പോൾ അവർക്ക് ഗാർഡൻ വിസിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരം കയറുന്ന ഇന്ത്യൻ സ്പൈസസിലാണ്. അപ്പോൾ അവിടെ ഗാർഡൻ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഹോട്ടലിൽ വന്നു കേട്ടോ. വെൽവെറ്റ് ക്ലൗഡ്സ് എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര്. ഇതാണ് നമ്മുടെ ഗസ്റ്റ് കേട്ടോ. അങ്ങനെ വെൽവെറ്റ് ക്ലൗഡ്സ് വന്നു. ഇനി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരു ചായ കുടിക്കണം. എന്താ ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അടുത്ത ഹോട്ടലുകളോ കഴിക്കാനുള്ള ഹോട്ടലുകളോ ചായ കുടിക്കാൻ സ്ഥലമോ ഒന്നുമില്ല. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ പോകണം. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഇനി നേരെ ഒരു ചായ കുടിക്കാൻ വേണം. അപ്പം ടാക്സി ഒരു വണ്ടി കിടപ്പുണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര ശോകമാണ് ഇവിടെ. അങ്ങനെ വേറൊരു ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയും ഞാനിവിടെ നേരെ ഇനിയും ചായ കുടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4:30 ആയപ്പോഴത്തേന് ചായ കിട്ടി ഞങ്ങൾക്ക് കേട്ടോ. അങ്ങനെ രാത്രി ആയപ്പോഴത്തേന് ഞങ്ങൾക്ക് ഫുഡും കിട്ടി കേട്ടോ. ടൊമാറ്റോ റൈസ് ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വണ്ടിയുടെ അടുത്തോട്ട്. വണ്ടി ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നടക്കണം.